പ്രൈസ് ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പരീക്ഷയെ പറ്റിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും പലവിധമായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അതിൽ നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ അനേകം പേർക്ക് ദൈവം പരീക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പല രീതിയിലുള്ള പരീക്ഷകളുണ്ട്. പലരുടെയും ക്വസ്റ്റ്യൻസ് വ്യത്യാസമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുസരിച്ചാണ് ഓരോരുത്തരുടെയും പരീക്ഷകൾ വരുന്നത്. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല വേറൊരാൾക്ക് കിട്ടുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അത് എന്തിനാണ് ദൈവം അങ്ങനെ തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അപ്പോൾ കോപ്പി അടിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വേറെ വേറെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന പരീക്ഷയും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന പരീക്ഷകളും. അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ദൈവം വിളിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പരീക്ഷയാണ് സ്വന്തം ഭവനം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ 3 പരീക്ഷകളും ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ ടെസ്റ്റിൻ്റെ 3 ഫേസസ്, 3 ഘട്ടങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങളിൽ ആദ്യത്തെ പരീക്ഷണം നമ്മൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇനി കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. അപ്പോൾ അബ്രഹാമിനറിയാം ഒരു ദേശം ഉണ്ടാകും, ആ ദേശം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടാകുമെന്നൊരു പ്രതീക്ഷ. രണ്ടാമത്തെ പരീക്ഷ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ദൈവം പറയുന്നത്, നിനക്കൊരു മകനെ ദൈവം തരുമെന്നാണ്. അപ്പോൾ നീ ഒരു വലിയ ജാതിയാക്കും. അപ്പോൾ അബ്രഹാമിൻ്റെ ഫിസിക്കലായിട്ടുള്ള സയൻറ്റിഫിക്കലി അത് സാധ്യമല്ല എങ്കിൽ സാധ്യമല്ല. പക്ഷേ ദൈവത്തിൻ്റെ പരീക്ഷയിൽ എപ്പോൾ അബ്രഹാം വിശ്വസിക്കുന്നുവോ അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ പരീക്ഷ പാസ്സാവുകയാണ്. അവിടെ ദൈവം അവന് ഇസഹാക്കിനെ നൽകുകയാണ്. അതുപോലെ തന്നെയാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഇയ്യോബിനുണ്ടായിരുന്ന സകല സ്വത്തുക്കളും സകല സമ്പാദ്യങ്ങളും ഇയ്യോബിന് നഷ്ടമാവുകയാണ്. രണ്ടാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ഇയ്യോബ് സ്നേഹിച്ചിരുന്ന ഇയ്യോബിൻ്റെ മക്കളെ ഇയ്യോബിന് നഷ്ടമാവുകയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് രണ്ടാമത്തെ പരീക്ഷയുടെ റിസൾട്ടാണ് മൂന്നാമത്തെ പരീക്ഷണം. ദൈവം ചോദിക്കുന്നത്, അബ്രഹാമിൻ്റെ മകനെ തനിക്ക് യാഗമായി നൽകുന്നു. നിനക്ക്